തോട്ടുമുക്ക് ഗവൺമെന്റ് യു പി സ്കൂളിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് വിദ്യാർത്ഥികൾക്കായി കാർഡിയോ വർക്കൌട്ട് ആൻഡ് സൂംബ ഡാൻസ് ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ സൂംബ ഡാൻസ് ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ സ്കൂളാണ് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ. സ്കൂൾ വിദ്യാഭ്യാസ മാറ്റങ്ങളെക്കുറിച്ച് 2 മാസം മുൻപ് ഒരു വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഇത്. ചെറിയ ബെല്ല് കൊടുക്കുന്നു, എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഈ സ്ട്രെസ് ആകെ നീങ്ങിക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജിംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാലോ. വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്, ഈ കുട്ടിയുടെ സ്ട്രെസ്സ് മുഴുവൻ അങ്ങ് പോകും. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം കൂട്ടുന്നതിന് ഏറെ പ്രയോജനകരമായ രസകരമായ കാർഡിയോ വർക്കൌട്ടാണ് സൂംബ ഡാൻസ്. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് തന്റെ സ്കൂളിലെ കുട്ടികൾക്ക് സൂംബ ഡാൻസ് പഠിപ്പിക്കാൻ പ്രചോദനമായതെന്ന് പ്രധാനാധ്യാപിക ബി ഷെറീന പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ PTA അംഗങ്ങളോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അവരുടെ പരിപൂർണ പിന്തുണയും ലഭിച്ചുവെന്ന് അവർ പറഞ്ഞു. അവധിക്കാലത്തിന്റെ അവസാന ദിവസങ്ങളിൽ നന്ദന ടീച്ചറുടെ നേതൃത്വത്തിൽ ഡാൻസിൽ അഭിരുചിയുള്ള ഏതാനും കുട്ടികളുമായി പരിശീലനം നടത്തിയാണ് സൂംബ ഡാൻസ് പരിശീലിപ്പിച്ചത്. ഈ പരിശീലനം ലഭിച്ച കുട്ടികൾ മറ്റു കുട്ടികൾക്ക് പരിശീലനം നൽകും. ഇവിടുത്തെ തന്നെ നന്ദന ടീച്ചർ അത് പ്രാക്ടീസ് ചെയ്യിക്കുകയും നമ്മുടെ കുട്ടികൾ തന്നെ അതിൽ വൈദഗ്ധ്യം നേടി മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കൊപ്പം പ്രവേശനോത്സവത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, പ്രധാനാധ്യാപിക ഷെറീന, രക്ഷിതാക്കൾ തുടങ്ങിയവർ സൂംബ ഡാൻസിൽ പങ്കെടുത്തത് വേറിട്ട കാഴ്ചയായി. ഡാൻസിൽ താനും പങ്കാളിയായെന്നും സ്കൂളിൽ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു പ്രവർത്തനമാണിതെന്നും നല്ലൊരു എക്സ്പീരിയൻസ് ആയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകളുടെ പഠന രീതികളിൽ മാറ്റം വരുത്തണമെന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തോട്ടുമുക്കം UP സ്കൂളിൽ ഇന്ന് സുംബ ഡാൻസിന്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ശരിക്കും കുട്ടികളുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തികച്ചും ഇത് ഒരു പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ്. സൂംബ ഡാൻസിലൂടെ വിദ്യാർത്ഥികൾക്ക് നിരവധി പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ മനോവിഷമം കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനോഭാവം മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സൂംബ ഡാൻസ് കൊണ്ട് സാധ്യമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. സൂംബ ഡാൻസിന്റെ ഉറവിടം കൊളംബിയയിലാണ്. 1990കളിൽ കൊളംബിയൻ നൃത്താധ്യാപകനായ ആൽബർട്ടോ ബൈറ്റോ പെറസ് ആണ് സൂംബ ഡാൻസ് രൂപപ്പെടുത്തിയത്. ലാറ്റിൻ അമേരിക്കൻ സംഗീതവും നൃത്തശൈലികളും ഉൾപ്പെടുത്തി ഫിറ്റ്നസ് ഉദ്ദേശത്തോടെയാണ് സൂംബ വികസിപ്പിക്കപ്പെട്ടത്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സൂംബ ഡാൻസ് പരിശീലനം ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.